നല്ല അടിപൊളിയായിട്ടുള്ളൊരു പർവൽ ഫ്രൈ ആണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ ഇങ്ങനെ കടയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ ഞാൻ നല്ല കൗതുകത്തെ നോക്കി നിൽക്കും. എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതേപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കാറുമുണ്ട്. ഇതേപോലെ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തോലൊന്ന് ചുരണ്ടി എടുക്കണം. അതുപോലെ ഇത്തിരി കട്ടിയുള്ള ഒരു തോലാണ് ഇതിനുള്ളത് കേട്ടോ. ഈ ചുരണ്ടി എടുത്ത് ഇങ്ങനെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. തൊലി ചെത്തിയൊന്നും കളയണ്ട. അതിനുശേഷം നമുക്കിത് നെടുകെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. കുറുകയാക്കിയിട്ട് 4 കഷ്ണം അല്ല 8 കഷ്ണമാക്കി എടുക്കാനും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ഇതുപോലെ 4 കഷ്ണമാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തെ അരി ഉണ്ടല്ലോ, അതൊന്നും കളയണ്ട. അത് വെള്ള സ്പോഞ്ച് പോലത്തെ ഇതൊന്നും കളയണ്ട. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് പർവലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല കട്ടിയാണ് ഇതിൻ്റെ തോടിന്. അതുകൊണ്ട് തന്നെ ഇത്തിരി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആവണം, കുക്കാവണം എന്നാണ് പറയുന്നത്. അത് ഇതേപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരണം. അതാ കറക്റ്റായിട്ടുള്ള അതിൻ്റെ വേവ്. അതിന് ശേഷം നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വേണമെങ്കിൽ ജീരകപ്പൊടിയും കപ്പലണ്ടി പൊടിച്ചതൊക്കെ ചേർക്കാം. എൻ്റെ ടേസ്റ്റിന് ഞാൻ ഇതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത്. ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇട്ട് ഫ്രൈ ചെയ്യുക. ഞാൻ ഈ പർവൽ ഇത്തിരി കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പർവൽ എടുത്തിട്ട് ഇതിലേക്ക് നിരത്തിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഫ്രൈ ആവുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പരുവം. ഇതാണ് അതിൻ്റെ നല്ലൊരു പരുവം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല രുചിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പർവൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.